അപ്പോൾ നമുക്ക് നിലമ്പൂരിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. നിലമ്പൂർ യഥാർത്ഥത്തിൽ ഇന്നൊരു മാത്തമാറ്റിക്കൽ ഫ്രൈഡേ ആണ്. മാത്തമാറ്റിക്കൽ ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ കണക്കുകൾ കൂട്ടിയും കിഴിച്ചും മുന്നണികളും സ്ഥാനാർത്ഥികളും എല്ലാം തുടരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെള്ളിയാഴ്ചയാണ്. നിലമ്പൂരിലെ പോളിംഗ് ശതമാനം, ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം 74.35 ആണ്. ഉപതെരഞ്ഞെടുപ്പുകളിലെ റെക്കോർഡ് പോളിംഗ് ആണിത്. കീഴ്ഘടകങ്ങളിലെ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് കുറഞ്ഞ ഭൂരിപക്ഷത്തിന് എം സ്വരാജ് വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് LDF ഉള്ളത്. ഭരണവിരുദ്ധ വികാരം നിലമ്പൂരിൽ ഉണ്ടായിരുന്നില്ലെന്നും നല്ല വിജയപ്രതീക്ഷയുണ്ടെന്നും എം സ്വരാജ് പറഞ്ഞു. ഞാൻ ഇന്നലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തന്നെ പ്രതികരിച്ചിരുന്നു. അത് തന്നെയാണ് ആവർത്തിക്കാനുള്ളത്. നല്ല പ്രതീക്ഷയാണ്, നല്ല വിജയപ്രതീക്ഷയാണ്. മികച്ച വിജയം LDF നേടും എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ആ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ യാതൊരു മാറ്റവുമില്ല. നിലമ്പൂരിൽ ഒരു മാറ്റം പ്രകടമായിരുന്നു. തീർച്ചയായിട്ടും LDFന് മികച്ച വിജയം നിലമ്പൂർ നൽകും എന്ന ഉറച്ച പ്രതീക്ഷയാണ് ഉള്ളത്. എന്നാൽ ഭരണവിരുദ്ധ വികാരവും ഉയർന്ന പോളിംഗും മികച്ച വിജയത്തിൽ എത്തിക്കുമെന്നാണ് UDF ക്യാമ്പിന്റെ പ്രതീക്ഷ. നഗരസഭയിലടക്കം വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയമുറപ്പെന്ന് ആര്യാടൻ ഷൗക്കത്തും പറഞ്ഞു. 7 പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും എല്ലായിടത്തും ലീഡ് ചെയ്യും. ആ ലീഡുകളൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു വലിയ ഭൂരിപക്ഷത്തിന്, ഒരു ചരിത്ര ഭൂരിപക്ഷത്തിന് ജയിക്കാനുള്ള എല്ലാ റിപ്പോർട്ടുകളുമാണ് ബൂത്തുകളിൽ നിന്ന് ലഭിക്കുന്നത്. അതേസമയം കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തുമെന്ന കണക്കുകൂട്ടലിലാണ് NDA. 15,000 മുകളിൽ വോട്ടാണ് PV അൻവർ പ്രതീക്ഷിക്കുന്നത്. ബെൻസൺ ബാബുവാണ് വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുന്നത്. ബെൻസൺ, അപ്പോൾ വെള്ളിയാഴ്ചയാണ്, 2 ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. യഥാർത്ഥ ഫലം ജനം എങ്ങനെ ചിന്തിച്ചു എന്നറിയാൻ. പക്ഷെ അതിനു മുൻപ് ഈ പോളിംഗ് ശതമാനവും ഒപ്പം തന്നെ അവരുടെ അടിത്തട്ടിലെ, സംഘടനാ അടിത്തട്ടിലെ കണക്കെടുപ്പും കൊണ്ട് എല്ലാ മുന്നണികളും ഒരു കണക്കുണ്ടാക്കുമല്ലോ. LDFിൻ്റെയും UDFിൻ്റെയും NDAയുടെയും PV അൻവറിൻ്റെയും തൃണമൂൽ കോൺഗ്രസിൻ്റെ എല്ലാം കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ടോ? CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്പസമയത്തിനോടകം ചേരുകയാണല്ലോ. ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് കണക്ക് കൂട്ടലുകളുടെ ദിവസമാണ്. ഈ ബൂത്തുകളിൽ നിന്നും ലഭിക്കുന്ന പ്രാഥമിക വിവരം, അവിടെ നിന്ന് ലഭിക്കുന്ന കണക്കുകൾ, അവയെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടൊരു നിഗമനത്തിലേക്ക് മുന്നണികളെത്തും. LDF ക്യാമ്പും UDF ക്യാമ്പും അതുപോലെ തന്നെ അൻവറും NDA സ്ഥാനാർത്ഥി അടക്കമുള്ള അവരെല്ലാവരും ആ ഒരു കണക്ക് കൂട്ടലുകളിലാണ് ഇപ്പോഴുള്ളത്. പൂർണ്ണമായിട്ടും ഒരു ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ഥിരീകരണത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. പ്രാഥമികമായിട്ടുള്ളൊരു വിലയിരുത്തൽ മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. LDF ക്യാമ്പ് പരിശോധിക്കുകയാണെങ്കിൽ 3 പഞ്ചായത്തിലും നഗരസഭയിലും വ്യക്തമായിട്ടുള്ള ഒരു ഭൂരിപക്ഷം നേടാനാകും, വ്യക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം നേടാനാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് LDF ക്യാമ്പ് വെച്ച് പുലർത്തുന്നത്. അതായത് പോത്തുകല്ല്, കരുളായി, അമരമ്പലം പഞ്ചായത്തുകളിൽ ലീഡ് ഉറപ്പ് എന്ന് തന്നെയാണ് LDF ക്യാമ്പ് വിലയിരുത്തുന്നത്. അതിൽ അമരമ്പലത്ത് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അതായത് നമുക്കറിയാം, അമരമ്പലം LDFിൻ്റെ ഒരു ശക്തി കേന്ദ്രം തന്നെയാണ്. അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയാൽ അത് വലിയ ഗുണകരമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതോടൊപ്പം തന്നെ ഈ UDF സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള എതിർപ്പ് അത് വോട്ടിൽ പ്രതിഫലിക്കും എന്ന് LDF ക്യാമ്പ് വിലയിരുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ അൻവർ പിടിക്കുന്ന വോട്ടുകൾ, അൻവറിന് ലഭിക്കുന്ന വോട്ടുകൾ അത് LDFിൽ നിന്നുമായിരിക്കില്ല, UDFിൽ നിന്നുമായിരിക്കുമെന്നാണ് ഒരു വിലയിരുത്തൽ വരുന്നത്. അൻവറിന് 12,000-ലധികം വോട്ട് ലഭിച്ചാൽ കൂടുതലായി ലഭിക്കുന്ന വോട്ടുകളെല്ലാം തന്നെ UDFിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കുമെന്ന ഒരു കണക്കുകൂട്ടലിലാണ് LDF ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ പുറമേക്ക് പ്രകടമാകാത്ത തരത്തിലുള്ള ഒരു വോട്ട് ചോർച്ച UDF ക്യാമ്പിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ UDFിൽ ഉണ്ടായിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ 7,000-ലധികം വരുന്ന പുതിയ വോട്ടർമാരുണ്ട്, നവ വോട്ടർമാരുണ്ട്. എം സ്വരാജിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് മണ്ഡലത്തിൽ ലഭിക്കുന്ന ഒരു വലിയ സ്വീകാര്യതയുണ്ട്. അത് പാർട്ടി വോട്ടുകൾക്ക് പുറമെ 2,000-നും 5,000-നും ഇടയിൽ വോട്ട് അത്തരത്തിൽ സ്വരാജ് എന്ന സ്ഥാനാർത്ഥിക്ക് മാത്രമായി നേടാൻ സാധിക്കുമെന്ന ഒരു വിലയിരുത്തൽ കൂടി LDF ക്യാമ്പിൽ നിന്ന് വരുന്നു. അതോടൊപ്പം തന്നെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനവും, അടിത്തട്ട് തൊട്ടുള്ള ചിട്ടയായിട്ടുള്ള പ്രവർത്തനവും, 9 വർഷക്കാലത്തെ വികസനവും വോട്ടിൽ പ്രതിഫലിക്കുമെന്ന് LDF ക്യാമ്പ് വിലയിരുത്തുന്നു. പക്ഷേ അതേസമയത്ത് UDF ക്യാമ്പ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 9 വർഷത്തെ ഭരണ മുരടിപ്പ് അല്ലെങ്കിൽ വികസന മുരടിപ്പ്, ഒരു സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഒരു സംസ്ഥാന സർക്കാരിനെതിരെ നിലനിൽക്കുന്ന ഒരു വികാരമുണ്ട്. അത് തന്നെയാണ് അവർ പ്രധാനമായും എടുത്ത് വോട്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അത് അവർ പ്രധാനമായും അത് ഉപയോഗിച്ചത് നമുക്കറിയാം, മറ്റ് തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് കുടുംബയോഗങ്ങൾ UDFിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഓരോ പഞ്ചായത്തിലും കൃത്യമായി കുടുംബയോഗങ്ങൾ, ഓരോ ബൂത്തുകളിലും കുടുംബയോഗങ്ങൾ നടന്നു. ആ കുടുംബയോഗങ്ങളിലെല്ലാം തന്നെ മുതിർന്ന നേതാക്കൾ എത്തിയിട്ടായിരുന്നു തങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ വിശദമാക്കിയത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഭരണവിരുദ്ധ വികാരമുണ്ട്, അത് വോട്ടായി പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് UDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ അൻവർ പിടിക്കുന്ന
വോട്ട്. അവരും പറയുന്നത് 10,000-ലധികം വോട്ടുകൾ അൻവർ പിടിക്കുകയാണെങ്കിൽ ആ വോട്ടുകളെല്ലാം തന്നെ പോകുന്നത് LDF നിന്നുമായിരിക്കുമെന്നാണ് UDF ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. അതോടൊപ്പം തന്നെ ഈ മറ്റ് പഞ്ചായത്തുകൾ, അതായത് അമരമ്പലം ഒഴികെയുള്ള നഗരസഭയും മറ്റ് 6 പഞ്ചായത്തുകളിലും വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം നേടാൻ സാധിക്കുമെന്നാണ് UDF ക്യാമ്പ് വിലയിരുത്തുന്നത്. 15,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ആര്യാടൻ ഷൗക്കത്തിനുണ്ടാകുമെന്ന് UDF ക്യാമ്പ് പറയുന്നു. പക്ഷേ LDF-ൽ നിന്നും അത്തരത്തിൽ കൃത്യമായിട്ടൊരു ഭൂരിപക്ഷ കണക്കുകളൊന്നും വരുന്നില്ല. ഒരു 1,500 വോട്ട് എന്നൊരു കണക്ക് മാത്രമാണ് LDF ക്യാമ്പിൽ നിന്ന് വരുന്നത്. 1,500 വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന കണക്കുകൾ മാത്രമാണ് വരുന്നത്. എന്നാൽ 15,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം നേടും എന്ന് ചരിത്ര ഭൂരിപക്ഷം നേടുമെന്നാണ് UDF ക്യാമ്പിന്റെ ഒരു വിലയിരുത്തൽ. NDA സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. അത് അത്തരത്തിൽ തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷ അവർക്കുണ്ട്. അൻവർ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ഓരോ പ്രതികരണവും താൻ ഭൂരിപക്ഷം നേടും, താൻ വലിയ വോട്ടിന് വിജയിക്കും, നിയമസഭയിലേക്ക് എത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ നമുക്കറിയാം അദ്ദേഹത്തിന് കാര്യമായി വോട്ടുള്ള പഞ്ചായത്തുകളുണ്ട്. പ്രത്യേകിച്ച് വഴിക്കടവ് പഞ്ചായത്ത്, അവിടെ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള ഹോൾഡുള്ള മേഖലയാണ്. അങ്ങനെ അതുമാത്രമല്ല, പല പഞ്ചായത്തുകളിലും പല ബൂത്തുകളിൽ കൃത്യമായിട്ടുള്ള ഹോൾഡ് അൻവറിനുണ്ട്. അപ്പോൾ അൻവറിന് ഏതൊക്കെ മേഖലയിൽ നിന്നും വോട്ട് ലഭിക്കുമെന്നത് വിജയത്തെ സ്വാധീനിക്കുന്നു. LDF-ൻ്റെയും UDF-ൻ്റെയും വിജയത്തെ സ്വാധീനിക്കുന്നു, ഭൂരിപക്ഷത്തെ സ്വാധീനിക്കുന്നു. നിലവിൽ ഈ കണക്കൂട്ടലുകളെല്ലാം നടന്നു വരികയാണ്. ബൂത്തുകളിൽ നിന്നും കൃത്യമായ കണക്കുകൾ ലഭിച്ചു വരുന്നു, അവയെല്ലാം ക്രോഡീകരിച്ചു വരുന്നു. അപ്പോഴും ആ ഒരു സസ്പെൻസ് അവിടെ നിലനിൽക്കുകയാണ്. ആര് നേടുമെന്ന ഒരു സസ്പെൻസ് അവിടെ നിലനിൽക്കുകയാണ്. 23-ാം തീയതി അത് നമുക്ക് ആ ചിത്രം വ്യക്തമാകും. ബിനിൽ, ഓക്കെ, അപ്പോൾ ചിത്രം വ്യക്തമാകും 23-ന്. അതിന് മുൻപുള്ള കണക്കുകൂട്ടലുകളാണ്. അത് മുന്നണികളുടെ ആത്മവിശ്വാസം കൂട്ടുകയും കുറയ്ക്കുകയും എല്ലാം ചെയ്യുന്ന അത് ഈ മണിക്കൂറുകളിൽ തന്നെ പുറത്തേക്ക് വരും. എന്താണ് UDF-ഉം LDF-ഉം NDA-യും PV അൻവറും എല്ലാം തന്നെ മനസ്സിൽ കരുതുന്ന എക്സാക്ട് ഫിഗർ എന്നുള്ളത് ബെൻസൺ ബാബുവാണ് നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.